ഞാൻ ചാരിയാണ് കുറച്ച് ദിവസമായി ഞാൻ ഒന്നും ഇടാത്തത്. ഒരു എണ്ണ കാച്ചുന്നു ഞാൻ 40 വയസ്സിൽ മുകളിൽ എല്ലാവർക്കും നരക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു നല്ല അടിപൊളി എണ്ണയാണ് കാച്ചുന്നത്. ഇത് തേച്ചാൽ ഒന്നും പ്രശ്നമല്ല, എല്ലാവർക്കും തേക്കാം. ഞാൻ ഇതിൽ ചേർക്കുന്ന ചേരുവകൾ പരിചയപ്പെടുത്താം. കൂർക്കലിൻ്റെ ചപ്പാണ്, കൂർക്കലിൻ്റെ ചപ്പ്, മൈലാഞ്ചി, ഉലുവ, തുളസിയില, ചെമ്പരത്തിയില മൂട്ട്, കരിയാമ്പില, ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ എണ്ണ കാച്ചുന്നത്. ഞാൻ എണ്ണ കാച്ചാൻ ചീനച്ചട്ടി, നല്ലൊരു ചീനച്ചട്ടി, ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിന്. ആ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കൂർക്കലിൻ്റെ ഇലയാണ്, കൂർക്കലിൻ്റെ ഇല. കരിയാമ്പ്, കൂർക്കലും കരിയാമ്പും നമുക്ക് ഇതിപ്പം ഞാനിത് ചേർക്കുന്ന ചേരുവകൾ ഒന്നും നമുക്ക് പ്രശ്നമില്ല. നല്ല നല്ല സാധനങ്ങളാണ്. ഇങ്ങനെ അതും ഇതും തേക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ 1/2 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ കാച്ചിട്ട് തേക്കുന്നത് നല്ലത്. ഒരു സൂക്കലും ഉണ്ടാവില്ല. നമ്മളിപ്പം എണ്ണയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ തലയിൽ ഓട് കാണും. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. എനക്കും 60 വയസ്സ് കഴിഞ്ഞു. 60 വയസ്സ് കഴിഞ്ഞാൽ ഇതുവരെ മുടിക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല. അധികം മുടിയില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. മുടി നല്ല പോലെ ഇതുവരെ നരച്ചിട്ടില്ല. ഗ്യാസ് കത്തിക്കാൻ ചിലപ്പം തീ കയറാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. കുറേ മറയുന്നുണ്ട്. ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തി മുട്ടാണ്. കുറച്ച് ഉലുവ നല്ലൊരു സ്മെല്ല് കിട്ടും. നമ്മൾ തേക്കുമ്പോൾ നല്ലൊരു കാച്ചെണ്ണൊരു മണം കിട്ടണമെങ്കിൽ ഉലുവ ഇടണം. എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിയില്ല. അതുകൊണ്ട് പിള്ളേരുടെ സ്കൂളിൽ പോയി അതൊന്നും പിള്ളേരെ എടുത്ത് തരല്. അവർക്കെല്ലാം സ്കൂളിൽ പോകുന്ന തിരക്കല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ അത്ര പോകുന്ന ഒരു കൂട്ടുകാരും കൂടി എടുക്കുന്നതാണ്. വെമ്പോലെ വരട്ടെന്ന് വെച്ചിട്ട് എടുക്കുന്നതാണ്. കുറേ നാളായി ഒന്നും ഇടാത്തത്. തീക്കട്ടിയിലായതുകൊണ്ട് തീ കത്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ കരിഞ്ഞ് വരണം. സാരി കണ്ടോട്ടുന്ന നല്ല ചാനലിൻ്റെ പേര്. ആ ചാനൽ എല്ലാവരും ഒന്ന് കാണണം. വെളിച്ചെണ്ണ മറിയുന്നില്ല.
ചെമ്പരത്തിപ്പൂവും മൈലാഞ്ചിയും കരിയാമ്പും തുളസി ഇലയും ഉലുവ എല്ലാം കൂടി നല്ല വെളിച്ചെണ്ണ കണ്ടോ നല്ല നല്ല കറുപ്പ് കളർ വന്നു. മൈലാഞ്ചിന് 2 എണ്ണ ഇട്ടിട്ടു. മൈലാഞ്ചി കൂടുതലിട്ട ചുവപ്പ് കളർ വരും, മൈലാഞ്ചി കുറച്ച്. തിളയ്ക്കൊന്നും വേണ്ട, ചെറുങ്ങനെ നല്ല തിളച്ചേൽ ഒഴിച്ചതാണ്. എന്നാൽ ഞാൻ പറയാം, എൻ്റെ ചാനൽ എല്ലാവരും നോക്കുക. ചാരി കണ്ടുത്തുന്ന എൻ്റെ ചാനലിൻ്റെ പേര്. എല്ലാവരും നോക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ വെളിച്ചെണ്ണ ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ ഒരു നല്ല പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം തടിയൊന്നും വേണം, നല്ല തടിയൊന്ന് നോക്കെല്ലാവരും. എൻ്റെ വെളിച്ചെണ്ണ റെഡിയായി. ആരെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.